ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി കേട്ടോ. ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു ഇവിടെ, അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല, നമ്മളെ ചെടികളൊന്നും നോക്കാൻ പറ്റുന്നില്ല. ഈ വേനൽക്കാലം ആകുമ്പോൾ പൂക്കൾ നിറഞ്ഞേക്കുമ്പോൾ നമുക്ക് ഏത് സമയം രാവിലെ വന്ന് ചെടീനെ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം മഴയായതിനെ കൊണ്ട് നമുക്ക് ചെടീനെ നോക്കാനും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, ഒരു പൂക്കളും ഇല്ല. അപ്പോൾ ഇന്ന് കുറേ നമ്മളെ വിങ്കി അതേമാതിരി കുറേ മഴ കൊണ്ടാൽ കേടായിപ്പോകുന്ന കുറേ ചെടികളുണ്ട്. അതൊക്കെ കള്ളാസ് ചെടിയൊക്കെ അല്ലെങ്കിൽ ഹൈബ്രിഡ്, അതൊക്കെ ഷെയ്ഡിലേക്കൊന്ന് മാറ്റണം. ആദ്യം ഷെയ്ഡിൻ്റെ അവിടേക്കൊന്ന് ക്ലീനാക്കി ഈ ഭാഗത്ത് ഞാൻ ചിലപ്പം ഈ വിത്തുകളൊക്കെ മുളപ്പിച്ചിട്ട് ചട്ടിയിലൊക്കെ വെക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഇന്ന് അവിടെ ഹൈബ്രിഡ് ചെമ്പരത്തിയൊക്കെ ഉണ്ട്. അത് നല്ല കളേഴ്സാണ്. അപ്പം കുറേ മഴ കൊണ്ടാൽ ചിലപ്പോൾ ചീഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇത് ജർബറിയ. ഈ ജർബറേൻ്റെ രണ്ട് പ്രത്യേകത ഉണ്ട്. ഒന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നപ്പം റെഡായിരുന്നു, പക്ഷെ പിന്നെ വിരിഞ്ഞത് ഓറഞ്ച്. അപ്പം പിന്നെയും വിരിഞ്ഞിട്ടുണ്ട് അത് റെഡ്. എന്നപ്പോൾ അതൊരു ചെറുപരയിൽ എനിക്ക് 2 കിട്ടിയിട്ടാണ്. അങ്ങനെ ഇത് വലിയൊരു ചെമ്പരത്തി, നല്ല വലിപ്പമുണ്ടാകുന്ന, എൻ്റെ അടുത്ത് ചെമ്പരത്തിയുള്ളതിൽ ഏറ്റവും വലിയ പൂ ഉണ്ടാകുന്നൊരു ചെമ്പരത്തിയാണ്. എപ്പോഴും പൂ ഉണ്ടാകും, പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് ഒരു ക്ഷീണമായിപ്പോയിക്കും, ഒന്നിനും പൂ ഉണ്ടാകത്തില്ല. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഇത് ഡേസിയാണ്. ഡേസി എൻ്റെ അടുത്ത് 3-4 കളറുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കുമ്പോണ്ട് ചെറിയ പുഴുക്കളൊക്കെ ഇങ്ങനെ അതിൻ്റെ നിറച്ചു. ഞാൻ കൈയിട്ടിങ്ങനെ പുല്ലുകളൊക്കെ പറക്കാൻ നോക്കുമ്പോൾ ഇതാ കണ്ടില്ലൊരു എന്തായാലും ഒച്ചുമാതിരി അതിൻ്റെ മുട്ട ഇട്ടിക്കും തോന്നുന്നു നിറച്ചു. എൻ്റെ ആ ഡേസിയൊക്കെ നല്ല വയലറ്റ് സിംഗിൾ പെറ്റലാട്ടോ. എനിക്ക് കൂടുതൽ സിംഗിൾ പെറ്റലാണ് ഇഷ്ടം. കൂടുതൽ സിംഗിൾ എൻ്റെ ഒരു കൊല്ലത്തിൽ മേലെയായി. കഴിഞ്ഞ കാലത്തിന് മുന്നേ ഞാൻ വാങ്ങിയതിന് പൂക്കളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കപ്പോയി. എന്നപ്പോൾ ഞാൻ ആ പൂക്കളൊക്കെ പോക്കി മണ്ണുകളൊക്കെ കുറച്ച്, പിന്നെ അതിൻ്റെ കട്ടിങ് ഇവിടെ ഒക്കെ ചീഞ്ഞു പോയിന് മൊത്തം തണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഇനി വേറെ ചട്ടിയിലേക്ക് അത് പിടിപ്പിക്കണം. ചിലതൊക്കെ പിടിച്ചിട്ടാറുണ്ട് കേട്ടോ. ഇനി അതൊക്കെ സെറ്റാക്കി പിന്നെ പിന്നെയും ഞാൻ അവിടെ ക്ലീനാക്കാണ് കൊണ്ടു. പിന്നെയും ചട്ടികളുണ്ട്. എന്നപ്പോൾ ഇത് ഈ ചെറിയ ചട്ടിയിലൊക്കെ ഞാൻ വിങ്കിയൊക്കെ വിത്തിട്ടിട്ട് പിന്നെ അതേമാതിരി കട്ടിങ്സൊക്കെ പിടിപ്പിച്ചിട്ട് മുളച്ച് വന്നതിന് നല്ല അടിപൊളി വിങ്ക എന്ന് പറഞ്ഞ ഒരു ക്രേസ് തന്നെയാണ്. വീക്ക്നെസ് എത്ര വാങ്ങൂലെന്ന് വിചാരിച്ചാൽ വിങ്ക വാങ്ങിപ്പോകാൻ. കാരണം ഒരു ഭ്രാന്താണ്. ഈ മഴക്കാലത്ത് വിങ്ക പറ്റൂല, പക്ഷെ എന്നാലും വിങ്കേൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ തോന്നും. അപ്പോൾ ഞാൻ നല്ലോണം അടിയൊക്കെ ക്ലീനാക്കി. പിന്നെ ഇത് ഒരു ഡേസി തന്നെയാട്ടോ. ഇത് പർപ്പിൾ കളർ ഡേസിയാണ്. നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെ ഒക്കെ ഒച്ചുമരിച്ച സാധനം തിന്നിട്ടൊക്കെ പോക്കി കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നല്ലോണം വെട്ടി കൊടുക്കുകയാണ്. ഇനി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, അടി കൂടെ തൈയൊക്കെ മുളച്ച് വരുമെന്നറിയില്ല. പക്ഷെ നല്ലോണം പൂവുണ്ട്. അതിൻ്റെ ഫേവറേറ്റ് ഒരു ലാവൻഡർ കളർ, നല്ല രസമുണ്ടായിരുന്നു. വേനൽക്കാലത്ത് നല്ല ഭംഗിയാണ്. ഫുള്ള് കൊല നിറച്ചും പൂക്കളുണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു. പക്ഷെ അതും പോയി. എന്നാൽ ഞാൻ അതും കട്ട് ചെയ്ത് ഇപ്പം ഇങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ നമ്പ്യാർ വട്ടം ചെമ്പരത്തി പലതും ഞാൻ സ്ഥലം കുറവാണ്, വെയിലടിക്കുന്ന സ്ഥലം കുറവാണ്. അപ്പോൾ ബാക്കി അങ്ങോട്ടൊക്കെ ബാക്കോട്ടൊക്കെ നല്ലോണം വാഴയും ഇതൊക്കെ ആയിട്ട് തീരെ വെയിൽ കിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ കട്ടിങ്സൊക്കെ കിട്ടിയാൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മുല്ലപ്പൂ വള്ളിമുല്ലൊക്കെ തൈകൾ നല്ലോണം ഉണ്ടായി വന്നിട്ടുണ്ട്. അത് മഴയായിട്ട് ഇങ്ങനെ നിലത്തേക്ക് വീണെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കമ്പൊക്കെ വെച്ചിട്ട്. പിന്നെ തെച്ചിയുണ്ട്, അതേമാതിരി കോളാമ്പി ചെടി എല്ലാം ഞാൻ അവിടെ തന്നെ ഇതാക്കിയില്ല. പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. അതിൻ്റെ അകത്തൊന്നും പൂവായി വന്നില്ല, കാരണം നട്ട് പിടിപ്പിച്ചിട്ട് വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ കൊളാബി ചെടിയുണ്ട്, അതിലും പൂവുണ്ടായില്ല, ഇലകളൊക്കെ പുതിയ കിളുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഞാനൊക്കെ അത് കഴിഞ്ഞതിൻ്റെ അവിടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി എറുമ്പ് കടിച്ച് മക്കളെ അമ്മാതിരി എറുമ്പുണ്ട്. അതിനോടെ കടിച്ച് കാലൊക്കെ പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മീഹൂട്ടി സ്കൂളിൽ പോയതും പിന്നെ കാശിക്കൊണ്ട് നല്ല ഉറക്കമായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ അവിടെയൊക്കെ വെള്ളമൊക്കെ ആക്കി ഒന്ന് ഇറങ്ങും. ആ സമയം കൊണ്ട് കാശിക്കുട്ടൻ എണീച്ച് പിന്നെ ഞാൻ കയ്യും കാലൊക്കെ കീഴകത്ത് പോയി കാശിക്കുട്ടനെ കുറച്ച് നേരം നോക്കി പാലൊക്കെ തേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കൊടുത്ത് ഇരുന്ന് കഴിക്കുകയാണ്. ഇത് നല്ലൊരു നാടൻ റോസാട്ടോ. ചെറിയ കുഞ്ഞു പൂ, ബട്ടർഫ്ലൈ റോസ് എന്നറിയില്ല, അതാണ്. നല്ല വിരിഞ്ഞെടുക്കുന്ന നല്ല ചുവപ്പ് കളറായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അത് പൂവുണ്ടായേ ഇതൊക്കെ ഞാൻ പോക്കി, വാടി കിടക്കുന്ന പൂക്കളൊക്കെ പോക്കി. കുറച്ചുകൂടി അതിന് മണ്ണ് കുറവുണ്ട്, ഞാൻ കിട്ടിയപ്പോൾ പിടിപ്പിച്ച് വെച്ചാലേ, അതുകൊണ്ട് കുറച്ച് മണ്ണിൻ്റെ കുറവുണ്ട്. എന്നപ്പോൾ ഞാൻ വേറെ വെങ്കിയൊക്കെ പോയ ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കുറേ മണ്ണുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടാമെന്ന് വിചാരിച്ചു.
പിന്നെ വേറെ ചട്ടിയിൽ നിന്ന് ഞാൻ മണ്ണൊക്കെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഒന്നോ രണ്ടോ പൂവാണ് വിരിയുന്നത്. നിറച്ചും പൂ വിരിയുമ്പോൾ ഒരു രസം. ഇനി അതിന് വേണ്ടിയിട്ട് വേനൽക്കാലം കാത്തിക്കണം. ഈ മഴക്കാലത്തിൽ നമ്മളെ നാടൻ വലിയ പനിനീരല്ലേ, അതിന് ഭയങ്കര നല്ല കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. കാരണം എൻ്റെ അടുത്ത് 2-3 തൈകളുണ്ട്. അതിൻ്റെ നിറച്ചും മഴയാകുമ്പോഴാണ് പൂക്കൾ ഉണ്ടാകുക. ഇപ്പം മുട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്, പൂവുണ്ടായില്ല. എന്നപ്പോൾ അത് കഴിഞ്ഞ കൊല്ലം നിറച്ചും വലിയ വലിയ പൂക്കൾ ഉണ്ടായിരുന്നു. എന്നപ്പോൾ ഈ കൊല്ലം ഉണ്ടാകുന്നതാണ് വിചാരിക്കുന്നത്. നല്ല റാഡി പിങ്ക് കളറിൽ. അപ്പോൾ ഞാൻ ഷെയ്ഡ് നോക്കി എടുത്തത് അപ്പുറത്ത് ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ വിങ്കിയൊക്കെ കൊണ്ടുവെക്കാനാണ്. കാരണം മഴച്ചാലിലൊക്കെ കൊണ്ടുവന്നപ്പോൾ പോവും എത്ര നോക്കിയാലും പോവും. എന്നാലും പറ്റുന്നത്ര മാറ്റി വെക്കാതെ അയച്ചു. പിന്നെ അവിടെ നിറച്ചും ഈ കാശിത്തുമ്പേൻ്റെ വിത്തുകളൊക്കെ വീണിട്ട് കാശിത്തുമ്പ ഉണ്ടായിരുന്നു. കുറേ കാശിത്തുമ്പുണ്ട്. അപ്പോൾ ഞാൻ വേണ്ടത്. പിന്നെ ഇലകളൊക്കെ കറുത്തെടുക്കുന്ന ഓട്ടയാക്കി ആയിട്ട് കുറേ പുഴുക്കളൊക്കെ നല്ലോണം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി എല്ലാത്തിലും അത് പടരണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാണ്. ഇത് നല്ലൊരു നമ്മളെ മുല്ലപ്പൂവാണ്. വലിയ മുല്ല ഉണ്ടാവും, നല്ല രസമാണ്. അതിൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ ഒന്ന് ക്ലീനാക്കി. ആദ്യമൊക്കെ കയ്യുടെ ഈ പാമ്പിൻ്റെ ശല്യമെല്ലാം കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇത് ക്ലീനാക്കാൻ കുറച്ച് പേടിയായിരുന്നു. പക്ഷെ ഇപ്പം മഴയായതുകൊണ്ട് ആ ശല്യമൊന്നും അങ്ങനെ എല്ലാം തോന്നുന്നു. ഞാൻ പേടിച്ചാണ് അവിടെയൊക്കെ കൈയിടുന്നത്. അമ്മ അത് കണ്ടാൽ നല്ല ചീത്ത പറയും. എന്നാലും പിന്നെ എൻ്റെ അടുത്ത് ഇതുണ്ടായിരുന്നു, എന്തായാലും പറയാം, കനകാമ്പര ചെടി. അത് നല്ലോണം പൂക്കളുണ്ടായിരുന്നു. അതപ്പോൾ ഒരു ചേച്ചി അത് കണ്ടിട്ട് പറഞ്ഞ് എന്ത് നല്ലോണം പൂവുണ്ടാകുന്ന. എൻ്റെ അടുത്ത് ഒരിക്കലും ഇങ്ങനെ പിടിച്ചു കിട്ടാറില്ല ഈ ഓറഞ്ച് കളർ. അതിൻ്റെ പിറ്റേന്ന് അതൊക്കെ വാടിപ്പോയി. പിന്നെ ഞാൻ ആ കൊമ്പൊക്കെ വെട്ടി വേറെ സൈഡിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മഴ പെയ്തതിനെ കൊണ്ട് മുളച്ച് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മഴയുണ്ട്. നല്ല മഴയാണ്. വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അന്ന് നല്ല മഴയാണ്. അതുകൊണ്ട് ചിലപ്പോൾ മഴേൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഇത് ആ വരുമ്പിൻ്റെ മുകളിൽ വെച്ച് ചെറിയ ചെറിയ ചട്ടീൻ്റെ അകത്ത് കൂടുതലും വിങ്ക തന്നെയാണ്. പലതരം വിങ്ക ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് വിങ്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായി. ഞാൻ ഈ റോഡിൻ്റെ വരുമ്പത്തും വിങ്ക വെച്ചിന്. അന്നപ്പോൾ ഒരു ചേട്ടൻ പോന്നാലും വരുന്നവരൊക്കെ അതിൻ്റെ തൈകൾ എടുത്താൽ കൊടുക്കും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 2 തൈകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 1 തൈ. പിന്നെ ഞാൻ ക്യാമറയെ ചെക്ക് ചെയ്തപ്പോൾ ആളെ പിടികിട്ടി. അറിയുന്ന പോലെ ഞാൻ. പിന്നെ നമ്മളും അങ്ങനെ ചെയ്യാറുണ്ടല്ലേ, അതുകൊണ്ടത് കാര്യമാക്കി എത്തിയില്ല കേട്ടോ. ഞാനും എനിക്കിപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാനും എവിടെയെങ്കിലും എടുക്കാറുണ്ട്. ചിലപ്പം ചോദിച്ചിട്ട് എടുക്കും, ചിലപ്പം ചോദിക്കാണ്ട് തന്നെ എടുക്കാറുണ്ട്. അപ്പം ഒരു ചെടി കണ്ടാൽ ഒരു ഭ്രാന്ത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഈ സൈഡിൽ വെച്ച് നിറച്ചും പുഴുകളുണ്ടായിരുന്നു. പിന്നെ ഈ കാക്കപ്പൂവൊക്കെ എല്ലാം പൂവുണ്ടായിട്ട് ഇപ്പം അതിൻ്റെ ഒരു ഉഷാറൊക്കെ പോയി. അതുകൊണ്ട് ഞാനതൊക്കെ ഇതാക്കി. പിന്നെ വേറെ കുറേ ചട്ടിയിൽ പലതരം പുല്ലുകളാണ് ഉണ്ടായത്. ഇത്രയും പൂക്കൾ ഉണ്ടാവില്ല, എത്ര പുല്ലുകളാണ്. പിന്നെ ഈ മെലസ്റ്റോമ നിറച്ചും പൂക്കളുണ്ടായ മെലസ്റ്റോമ. അതിനിപ്പം മഴയായതിനോട് മുട്ടുകൾ നിറച്ചും ഉണ്ട് കേട്ടോ. പക്ഷെ പൂവിന് ഒരു ഉഷാറില്ല. പക്ഷെ ആ ഒരു പെട്ടെന്നൊരു 1-2 ദിവസം മഴ പെയ്തപ്പോൾ എന്ത് ഭംഗിയായതിനെ കാണാൻ. ഇപ്പം അതൊക്കെ പോയി. ഇനിയും 4-5 സൈഡിലുണ്ട്. എല്ലാ സൈഡിലും ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. അതപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇന്ന് ഒരു സൈഡ് മാത്രമേ നടക്കൂ. ഇപ്പോൾ തന്നെ മഴ പെട്ടെന്ന് ചാറുക, വരിക, ചാറുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. ചാറുമ്പോൾ ഞാൻ അകത്തേക്ക് പോകും. പിന്നെ ഇടയ്ക്ക് 10 പ്രാവശ്യം കാശിക്കുട്ടൻ വിളിക്കും. അവന് ബാത്റൂമിൽ പോകണം, ആപ്പിടണം, അല്ലെങ്കിൽ തീറ്റാൻ എന്തെങ്കിലും വേണം എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് മൊത്തമായിട്ട് അടിപൊളിയായിട്ടൊന്നും ക്ലീൻ ആക്കിയില്ല. തൽക്കാലം ഒരു കുറച്ച് വൃത്തിയില്ല. മറ്റു കാട് നിറഞ്ഞ ഒരു രസമല്ല. പിന്നെ എൻ്റെ അടുത്ത് ആ വെള്ള ശംഖുപുഷ്പമുണ്ട്. അത് നിറച്ചും പൂക്കളുണ്ടാവും, കുറേ സൈഡിലുണ്ട്. എന്നിട്ട് ഞാൻ വെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി പൂവില്ലാണ്ട്. മറ്റ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂവുണ്ടാകും. എനിക്ക് വിളക്ക് എത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ വെച്ചിട്ട്. എന്നപ്പോൾ ഫസ്റ്റ് അത് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെടികൾ വളർത്താൻ തുടങ്ങിയാണ്. പിന്നെ ഒരു വിങ്ക കണ്ടപ്പോൾ വിങ്കനോട് ഒരു ഭ്രാന്തി തോന്നി. ആദ്യം എൻ്റെ അടുത്ത് പണ്ട് വെള്ളിയും റോസും ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളി അതിന് കൂടുതൽ. പക്ഷെ അന്ന് അതിൻ്റെ സ്മെല്ലുകൊണ്ട് ഒരു ഇഷ്ടമില്ലായിരുന്നു. പൂവ് നിറച്ചുണ്ടാകും. പക്ഷെ ഇപ്പോഴോ ഏത് കളർ വിങ്ക കിട്ടിയാലും മതിയായി. അത് വേണോ ഇത് വേണമെന്ന്. നല്ല രസമാണ്. എന്നെപ്പോലെ വിങ്ക ഫാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിത് അവിടേക്ക് ഒന്ന് ക്ലീനാക്കി. ഇത് അത്രയും ചെടികളൊക്കെ പോക്കി കുറേ ചട്ടികൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇത്രയും വേസ്റ്റ്. ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം. ഈ സൈഡ് കുറച്ച് സെറ്റായിട്ടുണ്ട്.
ഇനി 2 ആഴ്ചത്തേക്കൊക്കെ ഉഷാറായി കഴിഞ്ഞു. പക്ഷെ മഴയും കൂടെ പുല്ലുകൾ വേഗം വരും. ഇനി എല്ലാത്തിനൊന്ന് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കും. കാരണം അത്രയ്ക്കും പുഴുവാണ് എൻ്റെ ചെടികളൊക്കെ. അപ്പോൾ ഈ മഴ തീരുമ്പോഴത്തേക്ക് ചെടികളൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല. നിലത്തൊക്കെ ഞാൻ വിങ്കയാണ് നട്ടത്. കുറേ എണ്ണമായി കറന്ന് ചീഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇനി അറിയില്ല ഇനി മഴ പെയ്യുമ്പോൾ ഇനി വിങ്കിയൊക്കെ ഉണ്ടാകുമെന്ന്. അത്രയ്ക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓൺലൈനിൽ മാത്രമല്ല നഴ്സറിയിൽ നിന്നല്ല, അല്ലാണ്ട് തന്നെ ഏട്ടൻ്റെ ഒക്കെ പല സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് വിങ്കേൻ്റെ കട്ടിങ്സൊക്കെ കൊണ്ടുത്തരുന്നതാണ്. കട്ടിങ്സൊക്കെ പിടിപ്പിച്ചൊക്കെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണെന്നാവൂ അറിയില്ല. അപ്പോൾ അതാ ഞാൻ ഈ പൈപ്പ് അതിൻ്റെ അത് കുടുങ്ങിയിട്ടൊരു കളി കളിച്ച് എങ്ങനെ എടുത്തിട്ടും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആ പുല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൊറിഞ്ഞിരുന്നു അറിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. എന്നെ പോലെ ഈ ഗാർഡനിങ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഞാനിത് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കട്ടെ. നല്ലോണം എറമ്പ് കടിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ കൊതുകളാണ് കൂടുതലും, അതാണ് പ്രശ്നം. പിന്നെ കുറേ ബോട്ടിൽസും കാശുകൂട്ടം കളിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ കുറേ ബോട്ടിൽസൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് ബാക്കിക്കൊണ്ട് ഇനി ഈ പുല്ലുകളൊക്കെ എടുത്ത് കളയണം. ആദ്യം ഞാൻ വിചാരിച്ച് ബക്കറ്റിൽ ഇട്ട് വെക്കാം, പിന്നെ വൈകുന്നേരം കളയാം. ഇത് ഞാൻ വെച്ചാൽ അത് അവിടെ കളഞ്ഞ് പിന്നെയും വൈകുന്നേരം ഒന്നുമില്ല, ഇനി മേലൊക്കെ വേണ്ടേ. അപ്പോൾ ഇതൊന്ന് കളഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്തെ പറമ്പ് കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കാശുകൂട്ടം പിന്നെയും വിളിച്ചിട്ടുണ്ടോ. പിന്നെയും ഞാൻ പോയി അപ്പിയൊക്കെ കഴിച്ചെടുത്ത് പിന്നെയും വരികയാണ്. ഇനിയിപ്പം എന്താ ചെയ്യാന്നറിയൂല. കാരണം കുറേ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെ മഴച്ചാറിലൊക്കെ കൊണ്ടിട്ട് പിന്നെ ഈ പൂക്കൾ വെച്ചേക്കുമെന്ന് അറിയൂല. എൻ്റെ ഡേസി ഒക്കെ നല്ല ഉഷാറായിട്ട് വരുന്ന പൂവായിരുന്നു. വിങ്ക കുറേ പോയിട്ടോ. നിങ്ങളും കമൻറ്റ് ചെയ്യണേ നിങ്ങളെ വിങ്കൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പം എന്താ ചെയ്യുന്നതെന്ന്. ഈ കീടകളെയൊക്കെ നശിപ്പിക്കാൻ എന്താണ് ഒന്ന് പറഞ്ഞു തന്നെ. പിന്നെ അവിടെ ഒന്ന് ഞാൻ അടിച്ചു വാരിയല്ല വെള്ളമിട്ടൊന്ന് കേയി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പറമ്പിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ വേസ്റ്റും കളഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് പേരുണ്ട് ഉച്ചയ്ക്ക്, അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞ് ഇനി കാലും കഴുകിയിട്ട് അകത്ത് പോകണം. അത് കഴിഞ്ഞിട്ടൊന്നും മേല് കാണാം, അത്രയ്ക്കും വേർത്തൊലിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പം മഴയും ചാറി തുടങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ വേഗം അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്തിട്ടൊന്ന് പറയുക ഇഷ്ടപ്പെട്ടോ എന്ന്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.